ഹലോ കൂട്ടുകാരെ, 2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു സർവൈവൽ ഹൊറർ മൂവിയാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം. സുന്ദരികളായ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കടലിലെ സ്രാവുകൾക്ക് തിന്നാൻ കൊടുക്കുന്ന ഒരു പ്രത്യേക തരം സൈക്കോ. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ടൂറിസ്റ്റുകളായ ഗ്രെഗും ഹെദറും കൂടി ചേർന്ന് ഇപ്പൊ ടുക്കർ എന്ന് പറയുന്ന ഒരു ബോട്ട് ക്യാപ്റ്റനെ കാണാനായിട്ട് വന്നിരിക്കുന്നതാണ്. ഇവര് രണ്ടുപേരുടെയും ഉദ്ദേശം മറ്റൊന്നുമല്ല, ഷാർക്ക് കേജ് ഡൈവിംഗ് ആണ്. അതായത് ഈ ഒരു കേജ് ഉണ്ടല്ലോ, ഇരുമ്പിന്റെ കേജ്, അത് കടലിനടിയിലേക്ക് ഇറക്കും. അതിനുള്ളിൽ ഇവർ കിടക്കുന്നതുകൊണ്ട് തന്നെ ഷാർക്കുകൾക്ക് ഇവരൊന്നും ചെയ്യാൻ കഴിയില്ല. അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടാണ് ഇപ്പൊ രണ്ടും കൂടി കെട്ടിയെടുത്തിരിക്കുന്നത്. ഒരുപാട് പൈസ കിട്ടുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ ടുക്കർ ഇവർ രണ്ടുപേരെയും കൊണ്ട് ഇപ്പോ ഉൾക്കടലിലേക്ക് പോവുകയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ ടുക്കർ ഒരു വലിയ ഷാർക്ക് അറ്റാക്കിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ മുറിപ്പാടുകളൊക്കെ ഇപ്പോ ഇവർക്ക് രണ്ടുപേർക്കും അയാൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ദേ ഇത് കണ്ടോ, ഒരു കൊല കൊമ്പൻ ഷാർക്ക് തന്ന പണിയാണ്. സ്രാവുകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വാതോരാതെ ഇപ്പൊ ടക്കർ നമ്മുടെ ഗ്രെഗിനും ഹെദറിനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റ് കയറി നിൽക്കുകയാണ്. പക്ഷെ കാര്യത്തോടെടുത്തപ്പോ നമ്മുടെ ഹെദറിന് നല്ല പേടിയുണ്ട്. കാരണം ആ ഒരു കേജിൽ കയറി കഴിഞ്ഞാലും വെള്ളത്തിനടിയിലല്ലേ, അതും സ്രാവുകൾ തൊട്ടടുത്ത് വരെ വരും. ഇപ്പൊ അവള് നല്ല പേടിച്ച് കരയുന്നുണ്ട്. സമാധാനിപ്പിക്കാനായിട്ട് ഇപ്പൊ ടുക്കർ ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും കൈകള് കൂട്ടിച്ചേർത്ത് പിടിച്ച് ഒരു മന്ത്രമുണ്ട്, ഇത് അതുപോലെ ചൊല്ലിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാട്ടങ്ങോട്ട് പാടാണ്. ബേബി ചുറ്റുറ്റൂരു കേട്ടതും നമ്മുടെ ഹെദർ പൊട്ടിച്ചിരിക്കാനായിട്ട് ആരംഭിച്ചു. ഇപ്പൊ പേടിയൊക്കെ പോയല്ലോ എന്നും പറഞ്ഞ് ഇവർ ആ ഒരു കേജിലേക്ക് കയറ്റിയിട്ട് ഇപ്പോ കടലിന്റെ അടിത്തട്ടിലേക്ക് ഇറക്കുകയാണ് ടുക്കർ. ഇവര് രണ്ടുപേരും ഞെട്ടിത്തരിച്ചു പോയി. ഒരുപാട് സ്രാവുകള് ഇവരുടെ നേരെ ഇങ്ങനെ വരുന്നുണ്ട്. ആ ഒരു കേജിന്റെ ഉള്ളിലായോണ്ട് മാത്രം രക്ഷപ്പെട്ട് നിൽക്കുകയാണെന്ന് പറയാം. ആദ്യമൊക്കെ നമ്മുടെ ഹെദറിന് നല്ല പേടി ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഹെദർ അതൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കാനായിട്ട് ആരംഭിച്ചു. രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമായി. ഈ ഒരു കേജിനുള്ളിൽ നിന്ന് പുറത്തേക്ക് എത്തിയപ്പോൾ തന്നെ നമ്മുടെ ഹെദർ ടുക്കറിനോട് പറയുന്നുണ്ട്, ഒരുപാട് താങ്ക്സ് ഉണ്ട്, നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു താഴെ ഞങ്ങൾക്ക് കാണാനായിട്ട് പറ്റിയത്, അത് പിന്നെ എനിക്കറിയാലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗ്രെഗിന്റെ നെഞ്ചിനിട്ട് ഈ ഒരു ടുക്കർ കത്തി കൊണ്ട് നല്ലൊരു പണി കൊടുക്കുകയാണ്. എന്നിട്ട് അവനെ ആ ഒരു കടലിലേക്ക് എറിയാണ്. അതോടുകൂടി അവന്റെ കഥ കഴിഞ്ഞു. കാരണം സ്രാവുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ താഴെ. ആരാണ് സൈക്കോ എന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നായികയായിട്ടുള്ള സെഫറിനെയാണ്. ഈ ജ്യൂസ് കുടിക്കുന്ന ആൾക്കുണ്ടല്ലോ, അതിനുള്ളിൽ ഒരു ഐസ്ക്രീമിന്റെ പാക്കറ്റ് ഇപ്പോൾ അവൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ബില്ലൊക്കെ അടിച്ചതിന് ശേഷം അതിന് മാത്രം അവൾ ബില്ലടിക്കുന്നില്ല. എന്നിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ആ ഒരു ജ്യൂസൊക്കെ ഒഴിച്ചു കളഞ്ഞതിന് ശേഷം അതിനുള്ളിലുണ്ടായിരുന്ന ആ ഒരു ഐസ്ക്രീമിന്റെ അളുക്കെടുത്തിട്ട് അവൾ അത് നക്കിക്കൊണ്ട് പോകുമ്പോഴാണ് മറ്റൊരു പയ്യൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഇതാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള മോസസ്. ആളൊരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആണ്. വിളി ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ മോസസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സെക്യൂരിറ്റി ക്യാമറ ചെക്ക് ചെയ്യാനായിട്ട് അവിടുത്തെ സ്റ്റാഫുകളോട് പറയും, അല്ലാന്നുണ്ടെങ്കിൽ എന്റെ കാർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നീ സഹായിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ അവളെയും കൊണ്ട് ആ ഒരു കാർ കിടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് മോസസ്. ആദ്യമൊക്കെ മോസസ് ഒരു വൃത്തികെട്ടവനാണെന്നാണ് നമ്മുടെ സിഫർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് അവനോടടുത്തപ്പോ അവനൊരു പാവമാണെന്ന് അവൾക്ക് മനസ്സിലായി. രണ്ടുപേരും അങ്ങനെ കൂടുതൽ അടുക്കുകയാണ്. നമ്മുടെ കഥാനായികയായിട്ടുള്ള സിഫറിന് പ്രത്യേകിച്ച് കൂടും കുടിയൊന്നുമില്ല. അവൾ ഈ ഒരു വാനിൽ തന്നെയാണ് താമസം. പരസ്പരം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഇപ്പൊ അവർ രണ്ടുപേരും തമ്മിൽ നല്ല ഇഷ്ടത്തിലായിട്ടുണ്ട്. പിന്നെന്താ നടക്കാന്ന് നിങ്ങൾക്ക് ഊഹിക്കാലോ. അത് തന്നെ ഒരു ഡേറ്റിന് ആഹ്വാനം ചെയ്യുന്നു. അന്ന് രാത്രി തന്നെ ആ ഒരു വാനിൽ വെച്ച് രണ്ടുപേരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഇവർക്ക് രണ്ടുപേർക്കും സർഫിങ് ഒരുപാട് ഇഷ്ടമാണ്. ഇവർ ഈ കലാപരിപാടികളൊക്കെ കാട്ടിക്കൂട്ടുന്ന സമയത്ത് നമ്മുടെ സിഫറിന്റെ ഈ ഒരു വാനിലുണ്ടായിരുന്ന ഒരു ഫിൻകി നഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ഇപ്പോ സിഫറിന് വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനായിട്ട് മോസസ് അവന്റെ വീട്ടിനുള്ളിലേക്ക് തന്നെ കയറി. അതുമായിട്ട് അവൻ തിരിച്ചു വന്ന് നോക്കുമ്പോൾ അവളുടെ വാനുമില്ല, അവളുമില്ല. സിഫർ നേരെ ചെല്ലുന്നത് അവിടുത്തെ ഒരു ബീച്ചിലുള്ള പാർക്കിങ്ങിലേക്കാണ്. അവിടെ ചെന്നിട്ട് അവള് വാൻ പാർക്ക് ചെയ്തു. വാനിൽ എല്ലായിടത്തും നോക്കിയിട്ടും ഫിൻകി കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല. എന്താണ് ഈ ഫിൻകി എന്ന് ഞാൻ പറയാം. സർഫ് ബോർഡ് ഫിൻസ് ടൈറ്റ് അല്ലെങ്കിൽ ലൂസ് ആക്കാനുള്ള ഒരു തരം കീ ആണ്, അല്ലെങ്കിൽ ഒരു ടൂളാണ് ഈ ഒരു ഫിൻകി. ഈ ഒരു പാർക്കിങ്ങിലാണെന്നുണ്ടെങ്കിൽ ഒരു വണ്ടി മാത്രം കിടക്കുന്നുണ്ട്. അത് മറ്റാരുടെയുമല്ല, നമ്മുടെ സൈക്കോ ടുക്കറിന്റെ ട്രക്കായിരുന്നു. അവിടേക്ക് വന്നിട്ട് ഫിൻകി ഇവള് ചോദിച്ചു. അയാളാണെന്നുണ്ടെങ്കിൽ ഒരു കൂസലുമില്ലാതെ ഇതാ പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഫിൻകി അവൾക്ക് കൊടുത്തു. എന്നിട്ട് പുള്ളിക്കാരൻ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ അവൾക്ക് നേരെ ടാറ്റയൊക്കെ കാണിച്ച് പോകുന്നുണ്ട്. ഇവളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മോസസ് അയച്ച മെസ്സേജ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഞാൻ നിന്റെ കൂടെ സർഫ് ചെയ്യാനായിട്ട് വന്നോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഓ ഈ ഒരു കടല് വലിയതാണല്ലോ, നിനക്കും വരാം എന്നുള്ള രീതിയിൽ അവൾ മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്നാണ് നമ്മുടെ സൈക്കോ വന്നിട്ട് സിഫറിന്റെ തലയിൽ കൂടി ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ട് അവളെ ശ്വാസം മുട്ടിക്കുന്നത്. ആരാണെന്നോ എന്താണെന്നോ പോലും സിഫറിന് ഇപ്പൊ അറിയില്ല. അങ്ങനെ അവളെ ബോധം കെടുത്തതിന് ശേഷം ആ ഒരു സർഫിംഗ് ബോർഡ് അടക്കം എടുത്ത് അവളെ വലിഞ്ഞു കെട്ടി ഒരു പെട്ടിയിലാക്കി ഇപ്പോൾ ട്രക്കിലേക്ക് മാറ്റുന്നു. ശേഷം നേരെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാലോ, അതെ കടലിലേക്ക് തന്നെ. ആദ്യം ആ ഒരു ബോട്ട് ജെട്ടിയിലേക്കാണ് ഇപ്പൊ നമ്മുടെ ഈ ഒരു സൈക്കോ പോകുന്നത്. ബോട്ട് ജെട്ടിയിൽ എത്തിയപ്പോ തന്നെ അവിടെ ഒരു പട്ടിക്കുട്ടൻ ഉണ്ടായിരുന്നു. ഈ ഒരു പട്ടിക്ക് ഏകദേശം ഇവന്റെ സ്വഭാവം അറിയാം, അതുകൊണ്ട് തന്നെ അത് നിർത്താതെ കുരയ്ക്കുന്നുണ്ട്. സൈക്കോ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പട്ടിക്കുട്ടനെ നേരെ നോക്കിയിട്ട് കൊഞ്ഞനം കുത്തി കാണിച്ച് സിഫറിനെ ആ ഒരു പെട്ടിയിലാക്കിയിട്ട് ഇപ്പൊ ബോട്ടിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു. മറുവശത്ത് മോസസ് ആകട്ടെ നമ്മുടെ സിഫറിനെ അന്വേഷിച്ച് ഇപ്പൊ ആ ഒരു ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. വാൻ മാത്രം കണ്ടതുകൊണ്ട് അവൻ എന്തൊക്കെയോ പന്തികേട് തോന്നുന്നു. സിഫറിന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയപ്പോ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവൾ എടുക്കുന്നില്ല. ഇതേ സമയം ഇപ്പോഴാണ് നമ്മുടെ സിഫറിന് ബോധം വരുന്നത്. അവൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവളെ ഒരു ഹാൻഡ് കഫ് ഉപയോഗിച്ച് ഒരു കട്ടിൽ കെട്ടിയിട്ടിരിക്കുന്നതാണ് കാണുന്നത്. ഇവളാണെന്നുണ്ടെങ്കിൽ ബഹളം വെച്ച് അത് പൊട്ടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. തൊട്ടടുത്ത കട്ടിലായിട്ട് നമ്മുടെ ഹെദറുമുണ്ട്. ഹെദർ അപ്പൊ തന്നെ നമ്മുടെ സിഫറിനോട് സോറി പറയുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ഹെദറിന് ഒരു വഴിയുമില്ലാത്തത് കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ബക്കറ്റിൽ മലമൂത്ര വിസർജനം വരെ നടത്തേണ്ടതായി വന്നിട്ടുണ്ട്. പക്ഷെ സിഫർ അതൊന്നും കാര്യമാക്കുന്നില്ല. അവളിപ്പോ അലറിക്കരഞ്ഞ് ആരുടെയെങ്കിലും സഹായം തേടുകയാണ്. പക്ഷെ ഹെദർ അപ്പൊ പറയുന്നുണ്ട്, നീ എത്രയൊക്കെ കരഞ്ഞിട്ടും ഒരു കാര്യവുമില്ല, ഇതൊക്കെ ഞാൻ ഒരുപാട് പയറ്റി നോക്കിയതാണ്. നമ്മളിപ്പോ ഉൾക്കടലിലായിരിക്കും, ഒരു മനുഷ്യരും ഇവിടേക്ക് വരാനായിട്ട് പോകുന്നില്ല. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച പോലെയായിരുന്നു ഹെദറിന്റെ സംസാരം. ഇതേ സമയം സൈക്കോ ടുക്കറാകട്ടെ ഞം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ടിവിയിൽ ഇപ്പോ ഏതൊരു കാസറ്റ് പ്ലേ ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പ് പുള്ളിക്കാരൻ തീർത്ത് കളഞ്ഞ, അതായത് സ്രാവിന് ഇട്ടുകൊടുത്ത ആളുകളുടെ വീഡിയോസ് ആണത്. ഇതേ സമയം നമ്മുടെ സിഫർ ആണെന്നുണ്ടെങ്കിൽ ചുമരിലേക്ക് നോക്കിയപ്പോ അവിടെ കുറച്ച് പേരുകൾ കാണുന്നുണ്ട്. അവര് മാത്രമല്ല ഇതിനു മുമ്പും ഒരുപാട് പെൺകുട്ടികളെ ഈ ഒരു സൈക്കോ തീർത്തിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. സൈക്കോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മീൻ പിടിച്ചോണ്ടിരിക്കാം, ഒരു വലിയ കാട്ട മീനിനെ തന്നെ ഇപ്പോ കാസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. സിഫർ ആകട്ടെ ഇപ്പോഴും ആ ഒരു ഹാൻഡ് കഫ് പൊട്ടിക്കാനായിട്ട് ശ്രമിക്കുന്നു. മറുവശത്ത് ബീച്ചിലേക്ക് വീണ്ടും വരികയാണ് മോസസ്. പക്ഷെ ഇത്തവണ വന്നപ്പോ പോലീസുകാര് ആ ഒരു വാന് പൊക്കിയെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് അവന് കാണാൻ കഴിഞ്ഞത്. അവൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് ആ ഒരു പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്തു. അവളുടെ ലാസ്റ്റ് നെയിം പോലും അവൻ അറിയില്ല. ആകെപ്പാടി അറിയുന്നത് അവളുടെ പേര് സിഫർ എന്നാണ്. എത്ര മാസത്തെ അല്ലെങ്കിൽ എത്ര ദിവസത്തെ പരിചയമുണ്ടെന്ന് ചോദിക്കുമ്പോൾ 15 മണിക്കൂർ എന്ന് പറയുമ്പോൾ ആ ഒരു പോലീസുകാരൻ അവനെ കളിയാക്കുന്നു. ഇതേ സമയം ബോട്ടിലാണെന്നുണ്ടെങ്കിൽ ഹെദറും സിഫറും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഹെദറിന്റെ ബ്രാ കണ്ട് നമ്മുടെ സിഫറിന് ഒരു ഐഡിയ തോന്നുകയാണ്. ഉടൻ തന്നെ ആ ഒരു ബ്രാ അഴിച്ചു തരാനായി സിഫർ അവളോട് പറയുന്നു. സംഭവം മറ്റൊന്നുമല്ല, അവൾ ഇപ്പൊ ഇട്ടിരിക്കുന്ന ആ ഒരു ബ്രായ്ക്കുള്ളിലായിട്ട് ഒരു കമ്പി പോലെയുള്ള ഒരു സംഭവമുണ്ട്. അതുപയോഗിച്ച് ഈ ഒരു ഹാൻഡ് കപ്പ് ലോക്ക് അഴിക്കാമെന്നാണ് സിഫർ വിചാരിക്കുന്നത്. ബ്രായൊക്കെ ഊരിക്കൊടുത്ത് പരിപാടി തുടങ്ങി. പക്ഷെ അപ്പോഴേക്കും ഇവർക്ക് വേണ്ട ഭക്ഷണമായിട്ട് നമ്മുടെ ടുക്കർ സൈക്കോ വന്നിരിക്കുകയാണ്. ബ്രെഡും അതുപോലെ തന്നെ ഒരു കപ്പ് വെള്ളവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് നേരമായില്ലേ, വെള്ളമൊക്കെ വേണമെങ്കിൽ കുടിച്ചോ എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും ആ ഒരു വെള്ളം വാങ്ങി കുടിക്കുന്നുണ്ട്. ഹെദർ ഒരു പേടിത്തൂറി ആണെന്നുണ്ടെങ്കിലും നമ്മുടെ സിഫർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈക്കോയുടെ അടുത്ത് കട്ടയ്ക്കാണ് മറുപടി പറയുന്നത്. ടുക്കർ പോയ അപ്പൊ തന്നെ അവള് വീണ്ടും പരിപാടി തുടങ്ങി. പക്ഷെ പെട്ടെന്ന് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും ബോധം പോവാണ്. ഇവർക്ക് കുടിക്കാനായിട്ട് നൽകിയ വെള്ളത്തില് അയാള് ഡ്രഗ്സ് ചേർത്തിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും മയങ്ങിന്ന് കണ്ടപ്പോ നമ്മുടെ സൈക്കോ ടുക്കർ വീണ്ടും ആ ഒരു റൂമിലേക്ക് വന്നു. രണ്ടുപേരും കണ്ണു തുറന്നു നോക്കുമ്പോൾ ഞെട്ടിപ്പോയി. സിഫറിനെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു സ്ട്രാപ്പ് ഉപയോഗിച്ച് ഒരു ചെയറിൽ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. നമ്മുടെ സൈക്കോ ഒരു ക്യാമറയും പിടിച്ച് ഇവരുടെ രണ്ടുപേരുടെയും നടുവിലായി നിൽക്കുന്നുണ്ട്. ഹെദറിനെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ക്രെയിനോട് കൂടി ബന്ധിപ്പിച്ചിട്ടുണ്ട്. അവളെ ആ ഒരു ക്രെയിൻ ഉപയോഗിച്ച് ഇപ്പൊ വെള്ളത്തിലേക്ക് ഇറക്കാനായിട്ടാണ് പ്ലാന്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഷാർക്കുകൾ വരുമല്ലോ. ഈ ഒരു ഷാർക്കുകൾ വന്നിട്ട് അവളെ തീർക്കുന്നത് കണ്ട് രസിക്കുക, അതൊക്കെ ക്യാമറയിൽ പകർത്തുക. ശേഷം പിന്നീട് എപ്പോഴെങ്കിലും ആ ഒരു ടേപ്പൊക്കെ ഇരുന്ന് കാണുക. അതാണ് ഈ ഒരു സൈക്കർ ടുക്കറിന്റെ മെയിൻ പരിപാടി. ഇപ്പൊ പാവം ഹെദറിനെ വെള്ളത്തിലേക്ക് ഇറക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ സിഫറിന് ഒച്ച വെക്കാനല്ലാതെ ഒന്നും കഴിയുന്നില്ല. ഇവളോട് അനങ്ങാതെ നിൽക്കാനായിട്ട് സിഫർ പറയുന്നുണ്ടെങ്കിലും പേടിച്ച് വിറച്ച നമ്മുടെ ഹെദർ ആണെന്നുണ്ടെങ്കിൽ കൈകാലം ഇട്ട് അടിക്കാനായിട്ട് തുടങ്ങി. അതോട് കൂടിയിട്ട് അങ്ങോട്ടേക്ക് സ്രാവുകൾ വരികയാണ്. ഹെദറിന്റെ പകുതി ഭാഗം മാത്രമേ വെള്ളത്തിലേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പകുതി ഭാഗവും സ്രാവുകൾ കടിച്ചെടുത്തോണ്ട് പോയി. ഈ ഒരു കാഴ്ച നേരിട്ട് കണ്ട നമ്മുടെ സിഫറിനോട് അഭിപ്രായം ചോദിക്കുകയാണ് ടുക്കർ. ഈ ഒരു ഷോ എങ്ങനെയുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു?
നാളെ രാത്രി നീയാണ് എന്റെ എര എന്നൊക്കെ പറഞ്ഞ് ടുക്കർ സൈക്കോ ഇപ്പോ റൂമിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഷഡ്ഡിപ്പുറത്ത് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സിഫർ ആകട്ടെ ആ ഒരു ചുമരിലുണ്ടായിരുന്ന പെയിന്റുകളൊക്കെ ഇളക്കി നോക്കിയപ്പോൾ ഒരുപാട് പെൺകുട്ടികളുടെ പേരുകൾ അവിടെ കാണാൻ കഴിഞ്ഞു. ഹെദർ മരിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു സൈക്കോ അവളുടെ കുറച്ച് മുടി കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോ ഒരു ടേപ്പ് റെക്കോർഡറിന്റെ കാസറ്റ് പെട്ടിയിൽ അയാൾ ഒട്ടിച്ചു വെക്കുകയാണ്. ശേഷം ആ ഒരു പെട്ടിയിലേക്ക് പുതുതായി റെക്കോർഡ് ചെയ്ത ഫൂട്ടേജ് അടങ്ങുന്ന ടേപ്പ് വെക്കുന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു അലമാര തുറക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഒന്നൊന്നുമല്ല, ഒരുപാട് പെൺകുട്ടികളെ തീർത്തിട്ടുണ്ട് ഈ ഒരു സൈക്കോ. ഒരു വലിയ കളക്ഷൻ തന്നെ അയാളുടെ കയ്യിലുണ്ട്. മറുവശത്ത് സിഫറാണെന്നുണ്ടെങ്കിൽ എല്ലാ പ്രതീക്ഷകളും മാഞ്ഞ് വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ബീച്ചിൽ സർഫിങ്ങിനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ മോസസിനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സിഫറിനെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. എന്ത് വില കൊടുത്തും സിഫറിനെ കണ്ടുപിടിക്കുമെന്ന് മോസസ് മനസ്സിൽ ഉറപ്പിക്കുകയാണ്. ഇതേ സമയം ബോട്ടിലേക്ക് ഇപ്പൊ നമ്മുടെ സിഫറിന് കഴിക്കാനുള്ള ഭക്ഷണവുമായി വന്നിരിക്കുകയാണ് ടുക്കർ സൈക്കോ. പക്ഷേ ടുക്കർ സൈക്കോയ്ക്ക് ഒരു പട്ടി വിലയാണ് നമ്മുടെ സിഫർ നൽകുന്നത്. നീ കടലിലൊക്കെ ഒഴുകി നടക്കുന്ന ഈ ആഫ്രിക്കൻ പായലുണ്ടാവൂലേ, അല്ലെന്നുണ്ടെങ്കിൽ വേസ്റ്റ് ഉണ്ടാവൂലേ, അതാടാ നീ ഒരു ആണാണോടാ എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ നമ്മുടെ ടുക്കർ സൈക്കോനെ തളർത്താനായിട്ട് ഇപ്പൊ സിഫർ കൊണ ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ സൈക്കോ ആണെന്നുണ്ടെങ്കിൽ അവളുടെ അടുത്ത് വന്നിരിക്കുകയാണ്. എനിക്കും അറിയാം നിനക്കും അറിയാം ആരാണ് പുലി ആരാണ് മാന്, അപ്പൊ നീ വലിയ ഡയലോഗൊന്നും അടിക്കണ്ട എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്നും പോവാണ്. അങ്ങനെ ഇവൻ പോയതിനു ശേഷം അവിടെ വെച്ചിരുന്ന ആ ഒരു ബക്കറ്റ് ഉണ്ടല്ലോ, അതിന്റെ ഒരു ചെറിയ ഭാഗം അവൾ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. സൈക്കോ ടുക്കർ ആകട്ടെ നമ്മുടെ ഹെദറിനെ തീർത്തിട്ടുണ്ടായിരുന്ന ആ ഒരു വീഡിയോയും കണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം നമ്മുടെ സിഫറിനെ തീർക്കാനായിട്ടുള്ള മയക്കുമരുന്ന് ഇപ്പൊ ദേ പൊടിച്ച് തയ്യാറാക്കിയിട്ട് സിറിഞ്ചിലും കയറ്റിയിട്ട് ഇവളുടെ അടുത്തേക്ക് വരികയാണ്. ഇതൊക്കെ നേരത്തെ മനസ്സിൽ കണ്ട നമ്മുടെ സിഫർ അനങ്ങാതെ കിടക്കുന്നുണ്ട്. ഇവളുടെ അടുത്തേക്ക് ആ ഒരു സിറിഞ്ച് കുത്താനായിട്ട് വരുമ്പോഴേക്കും ഇവന്റെ കഴുത്തിനിട്ടിട്ട് ആ ഒരു ബക്കറ്റിൽ നിന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്ന കഷ്ണം അവൾ കുത്തുന്നു. അതോടുകൂടി നമ്മുടെ സൈക്കോ അവിടെ അതേ തെന്നിയടിച്ച് വീഴുന്നുണ്ട്. സിഫർ ആ ഒരു ഡോർ ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു. പക്ഷെ സൈക്കോ അവളുടെ പിന്നാലെ തന്നെ വരുന്നുണ്ട്. എന്തോ ഭാഗ്യത്തിന് അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവളുടെ കാലിനിട്ടിട്ട് സൈക്കോ ആ ഒരു സിറിഞ്ച് കുത്തി. അതോടുകൂടി സിഫറിന് ഇപ്പൊ ബോധം ചെറുതായി പോകുന്നുണ്ട്. ഇവൾക്കാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഓടി പോകണം നിൽക്കുന്നുണ്ട്. വളരെ പതുക്കെ മാത്രമേ അവൾ പോകുന്നുള്ളൂ. അങ്ങനെ ഇവള് വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. കാരണം തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഒരു വലിയ ബോട്ടും അവിടെ DJ പാർട്ടിയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ പകുതി വഴി വെച്ചിട്ട് ഇവളുടെ ബോധം മൊത്തത്തിൽ നഷ്ടപ്പെട്ടു. അങ്ങനെ വീണ്ടും സൈക്കോ അവളെ ബോട്ടിലേക്ക് കയറ്റുന്നു. അതിനിടയ്ക്ക് സൈക്കോയ്ക്ക് വളരെയധികം പ്രിയപ്പെട്ട അവന്റെ ഈ ഒരു ക്യാമറ ഉണ്ടല്ലോ, അതെടുത്ത് നമ്മുടെ സിഫർ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതേ സമയം പോലീസ് ആകട്ടെ ഇപ്പൊ ഹെദറിനും ഗ്രെഗിനും വേണ്ടിയിട്ടുള്ള ഹെലികോപ്റ്റർ തെരച്ചിലൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ മോസസ് ആ ഒരു ബീച്ചിനരികിലുള്ള ക്യാമറ ഫൂട്ടേജസ് ഒക്കെ പരിശോധിക്കുകയാണ്. ആ ഒരു സമയത്ത് ടുക്കറിന്റെ ട്രക്ക് മാത്രമാണ് ആ വഴി കടന്നുപോയത്. അങ്ങനെ ആ ഒരു കമ്പനി ഏതാണെന്ന് നമ്മുടെ മോസസ് മനസ്സിലാക്കി അതിലേക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ക്യാമറ നഷ്ടപ്പെട്ട നമ്മുടെ ടുക്കർ സൈക്കോ പുതിയ ക്യാമറ വാങ്ങാനായിട്ട് വീണ്ടും കരയിലേക്ക് വരുന്നു. സിഫറിന്റെ വായടക്കം ഇപ്പൊ മൂടി കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് നിലവിളിക്കാനായിട്ട് കഴിയുന്നില്ല. ഇതേ സമയം മോസസ് ഒരു ക്ലയന്റ് ആണെന്നുള്ള ഭാവത്തിൽ ടുക്കറിനെ കോൾ ചെയ്യുകയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും പ്രയോജനമുണ്ടായിരുന്നില്ല. അങ്ങനെ ടുക്കറിന്റെ അഡ്രസ് തപ്പിപ്പിടിച്ച് ഇപ്പൊ നമ്മുടെ മോസസ് അങ്ങോട്ടേക്ക് വരികയാണ്. അതായത് ഈ ഒരു ബോട്ടിനടുത്തേക്ക്. ടുക്കർ സൈക്കോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പുതിയ ക്യാമറ മേടിക്കാനായിട്ട് ഒരു സ്റ്റോറിലേക്ക് പോയി. അവൻ ഉദ്ദേശിച്ച ക്യാമറ അവിടെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ മിസ്റ്റർ ബീന് അവിടെ ഉപയോഗിക്കുന്ന ഫോൺ എടുത്തിട്ട് പോകുന്ന സീനില്ലേ, അതേപോലെ തന്നെ അവിടെ ഉപയോഗിക്കുന്ന ഒരു ക്യാമറ എടുത്തിട്ട് അവൻ നേരെ ട്രക്കിലേക്ക് കയറുന്നു. തിരികെ പോകുമ്പോ പല പെൺകുട്ടികളെയും അവൻ കാണുന്നുണ്ട്. ഇതുങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാത്തിനെയും കൂടി കൊണ്ടായാലോ എന്നുള്ള ചിന്തയാണ് അവന്റെ മനസ്സിൽ. ഈ സമയം സംശയം തോന്നിയ നമ്മുടെ മോസസ് ആകട്ടെ ആ ഒരു ബോട്ടിലേക്ക് കയറുന്നുണ്ട്. സിഫറിന്റെ ഒരു മൂളക്കം മാത്രമാണ് അവന് കേൾക്കുന്നത്. അവൻ അങ്ങനെ ആ ഒരു ബോട്ടിനുള്ളിലേക്ക് കയറി സിഫറിനെ കണ്ടുപിടിച്ചു. എത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിക്കാനായിട്ട് സിഫർ നമ്മുടെ മോസസിനോട് പറയുന്നു. സിഫറിന് ഒരുപാട് സന്തോഷമായി. കാരണം അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇവൻ അവളെ തേടി വരുമെന്ന്. പക്ഷെ പെട്ടെന്നായിരുന്നു ടുക്കർ സൈക്കോ മാമൻ അങ്ങോട്ടേക്ക് വന്ന് മോസസിനെ പഞ്ഞിക്കിടുന്നത്. പോലീസിനെ അപ്പൊ തന്നെ നമ്മുടെ മോസസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പോലീസുകാർ അവിടെ നിന്ന് നിങ്ങൾ കറക്റ്റായിട്ട് പറയൂ എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു സൈക്കോ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോൺ എറിഞ്ഞു കളഞ്ഞു. അപ്പോഴേക്കും ഈ ഒരു ബോട്ട് അടുപ്പിച്ചിരിക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന മറ്റൊരു ചെങ്ങായി അങ്ങോട്ടേക്ക് കയറി വന്നു. ടുക്കറിന്റെ പരിചയക്കാരനായിരുന്നു അയാള്. പക്ഷെ ഇവൻ സൈക്കോ ആണെന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഇവളുടെ സൗണ്ട് കേട്ടിട്ട് ആ ഒരു അയൽവാസി അങ്ങോട്ടേക്ക് കയറുമ്പോഴേക്കും ടുക്കർ എഴുന്നേറ്റ് വന്ന് അയാളെയും തീർത്തു കളഞ്ഞു. നമ്മുടെ സൈഫറിന് ആകപ്പാടി ഉണ്ടായിരുന്ന പ്രതീക്ഷയായിരുന്നു മോസസ്. ഇപ്പോ അതും ഇല്ലാതായി. ബോട്ടിൽ ഇപ്പോ അധികം ഫ്യൂവലില്ല. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള ഒരു ഐലൻഡിലേക്ക് പോകാനായിട്ട് നമ്മുടെ ടുക്കർ സൈക്കോ തീരുമാനിക്കുന്നു. മറുവശത്ത് നമ്മുടെ ഹെദർ കടന്നിരുന്ന കട്ടിലിന്റെ ഉടമസ്ഥൻ ഇപ്പോ മോസസ് ആണ്. എന്റെ എല്ലാ പ്ലാനുകളും മൂഞ്ചി
പോയി എന്നാണ് മോസസ് ഇപ്പോ സൈഫറിന്റെ അടുത്ത് പറയുന്നത്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ടുക്കർ സൈക്കോമാമൻ വീണ്ടും ഇവരുടെ അടുത്തേക്ക് ഇന്നൊരു മാറ്റിനി ഷോ നടത്തിയാലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ രണ്ടുപേരെയും ഈ ഒരു മുറിക്കകത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് നമ്മുടെ ഹെദറിനെ ചെയ്ത പോലെ മോസസിനെ സ്രാവുകൾക്ക് ഇട്ടുകൊടുക്കാനായിട്ടാണ് ഇപ്പോ നമ്മുടെ സൈക്കോയുടെ പ്ലാന്. സിഫർ അപ്പൊ തന്നെ നമ്മുടെ മോസസിനോട് അനങ്ങാതെ നിൽക്കാനായിട്ട് പറയുകയാണ്. കുറച്ച് പാടുപെട്ടാണെന്നുണ്ടെങ്കിലും അവൻ അനങ്ങാതെ നിന്നു. ആദ്യത്തിന് ആ ഒരു സ്രാവുകള് അവന് ഒന്നും തന്നെ ചെയ്തില്ല. ആഹാ, അത്രയ്ക്കായോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സൈക്കോ അവനെ വീണ്ടും ബോട്ടിലേക്കാക്കിയിട്ട് അവന്റെ പള്ളക്കിട്ട് ഒരു കത്തിക്കൊണ്ട് ഒരൊറ്റ കുത്ത്. ശേഷം അവനെ വീണ്ടും വെള്ളത്തിലേക്ക് ഇറക്കാനായിട്ട് നിൽക്കാണ്. ക്യാമറ ആക്ഷൻ. മോസസിന്റെ ഭാഗ്യത്തിന് നമ്മുടെ ഹെദറിനെയും ഗ്രെഗിനെയും അന്വേഷിച്ചിട്ട് ഒരു ഹെലികോപ്റ്റർ സംഘം ഉണ്ടായിരുന്നല്ലോ, അതുവഴി അവര് വരികയാണ്. പെട്ടെന്ന് തന്നെ ഇവർ രണ്ടുപേരെയും മുറിയിലാക്കിയിട്ട് സൈക്കോ ടുക്കർ ഇപ്പൊ ആകാശത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ഈ ഹെലികോപ്റ്റർ സംഘം ഇങ്ങാടെങ്ങാനായിരിക്കോ വരിക? അതൊക്കെയാണ് നമ്മുടെ സൈക്കോയുടെ മനസ്സിലുള്ളത്. വേഗം പൊക്കോ വേഗം പൊക്കോ എന്നൊക്കെ ആകാശത്ത് നോക്കിയിട്ട് നമ്മുടെ സൈക്കർ ടുക്കോ പറയുന്നുണ്ട്. ആ ഒരു സ്രാവാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ബോട്ടിന് അടുത്ത് തന്നെയുണ്ട്. സംശയമൊന്നും തോന്നാതിരുന്ന ആ ഒരു ഹെലികോപ്റ്റർ റെസ്ക്യൂ സംഘം അവിടെ നിന്നും പോയി. അതോടുകൂടി നമ്മുടെ സൈക്കോയ്ക്ക് വീണ്ടും ഹാപ്പി. വീണ്ടും ഇവർക്ക് രണ്ടുപേർക്കും കഴിക്കാനായിട്ട് ദേ ഇപ്പൊ സാൻഡ്വിച്ചും വെള്ളവുമായിട്ട് അവൻ വന്നിരിക്കുകയാണ്. ആര്? നമ്മുടെ സൈക്കോ മാമൻ. ഓ, ഇനിയിപ്പോ ഇവന് ബ്രെഡിന്റെയും മറ്റിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മുടെ മോസസിന്റെ അവസ്ഥ അങ്ങനെ ആയിട്ടുണ്ട്. അവന് രക്തം ഇങ്ങനെ വാർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അവൻ നല്ല മുറിവ് പറ്റിയിട്ടുണ്ടല്ലോ. അങ്ങനെ ഈ ഒരു ടുക്കർ പോയതിന് ശേഷം നമ്മുടെ സൈഫർ അവളുടെ കൈ അങ്ങോട്ട് ഒടിച്ചിട്ട് ആ ഒരു ഹാൻഡ് കഫിൽ നിന്ന് വേർപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കഴിയുന്നില്ല. ഒരു വഴിയില്ലെന്ന് മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ സൈഫർ അവളുടെ ആ ഒരു തള്ള വിരലങ്ങോട്ട് കടിച്ചു മുറിച്ചു. നമ്മുടെ ടുക്കർ സൈക്കോ ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഇവർ കിടക്കുന്ന ആ ഒരു റൂമിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നത്. അവൻ അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ ബെഡിൽ നമ്മുടെ സൈഫറിനെ കാണാനില്ല. സൈഫർ യഥാർത്ഥത്തിൽ ആ ഒരു വാതിലിന് പിറകിൽ ഒളിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവള് ആ ഒരു വാതിലടച്ചു. പക്ഷേ സൈക്കോ അതിബുദ്ധിമാനായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ചുമരിലെ ഞെട്ടും ബോൾട്ടൊക്കെ അഴിച്ചിട്ട് അയാളും പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നോക്കുകയാണ്. ബോട്ടിന്റെ ആ ഒരു ക്യാബിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അവൾ ഈ ഒരു ബോട്ട് ഓൺ ആക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ട്. അതുവഴി ആ റേഡിയോ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചോദിക്കാന്ന് വിചാരിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ സൈക്കോ വരികയാണ്. പക്ഷെ സൈഫർ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ചില്ല് തകർത്തിട്ട് ഇപ്പൊ ദേ മുകളിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. ആ ഒരു കിച്ചണിൽ വെച്ചിട്ട് നമ്മുടെ സൈഫറിനെ കീഴടക്കാനായിട്ട് സൈക്കോ 18 അടവും പയറ്റുന്നുണ്ട്. പക്ഷെ ഇവളാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ചട്ടുകവും കത്തിയൊക്കെ ഉപയോഗിച്ചിട്ട് അവന് നല്ല പണി കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ആ ചട്ടുകം വെച്ച് തലക്കിട്ട് ഒരേറ്റടി. അതോടുകൂടി സൈക്കോ അവിടെ തവിട് പൊടിയായിട്ട് കിടക്കുകയാണ്. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സൈക്കോ അവിടെ നിന്ന് എഴുന്നേറ്റു. അപ്പോഴേക്കും നമ്മുടെ സൈഫർ ആണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെ ഒരു ദ്വീപ് കാണുന്നുണ്ടായിരുന്നു. അവിടെ ഒരുപാട് പേര് DJ പാർട്ടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവൾ അങ്ങോട്ടേക്ക് നീന്തി പോവുകയാണ്. പക്ഷെ അപ്പോഴേക്കും സൈക്കോ അങ്ങോട്ടേക്ക് വന്നിട്ട് അവളെയും പിന്നെയും ബോധം കെടുത്തിട്ട് അവിടെ നിന്നും ബോട്ടിൽ തന്നെ കയറ്റിയിട്ട് ആ ഒരു വലിയ ബോട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇനി രാത്രി നടക്കാൻ പോകുന്ന ഷോ എന്ന് പറയുന്നത് നമ്മുടെ സൈഫറിനെ സ്രാവിന് ഇട്ടുകൊടുക്കുക. അത് കാണാനായിട്ട് മോസസിനെ നമ്മുടെ ടുക്കർ സൈക്കോ കസേരയിൽ കെട്ടിപ്പൂട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ആക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സൈക്കോ അവളെ ആ ഒരു വെള്ളത്തിലേക്ക് ഇറക്കുകയാണ്. സ്രാവുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചുറ്റിലുമുണ്ട്. പക്ഷെ ഇവൾ അനങ്ങാണ്ട് കിടക്കണോണ്ട് ഈ ഒരു സ്രാവുകൾ ഇവളെ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഇവളുടെ കയ്യിൽ നിന്ന് ചെറുതായിട്ടൊക്കെ രക്തം പൊടിയുന്നുണ്ട്. നേരത്തെ അവൾ ആ ഒരു തള്ളവിരൽ എടുത്ത് കളഞ്ഞായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ. പക്ഷെ ഈ ഒരു സ്രാവുകൾ അവളെ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഇവളിങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഒരു സ്രാവുകൾക്ക് നേരെ നമ്മുടെ സൈക്കോ ഒരു കുന്തം ഉപയോഗിക്കുന്നത്. എന്നിട്ട് ആ ഒരു സ്രാവുകളോട് പറയാണ് അതിനെ മര്യാദയ്ക്ക് പോയി കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു സ്രാവുകൾക്ക് നേരെ ആ ഒരു കുന്തം ഉപയോഗിച്ച് കുത്തുകയാണ്. കുറച്ചു നേരം ആ ഒരു കമ്പി വടിയിൽ നമ്മുടെ സൈഫർ തൂങ്ങിക്കിടന്നു. പക്ഷെ പെട്ടെന്ന് അവൾ വെള്ളത്തിനടിയിലേക്ക് വീണു. ഇവളുടെ കയ്യിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ചോര പൊടിയുന്നുണ്ട്. ഒരു വലിയ ഭീമൻ സ്രാവാണെന്നുണ്ടെങ്കിൽ ഇവൾക്ക് നേരെ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ഇവൾ അനങ്ങാതെ കിടന്നു. ഈ ഒരു സ്രാവ് ഇവളുടെ അടുത്തേക്ക് വന്ന് പക്ഷെ ഇവളൊന്നും ചെയ്തില്ല. അത് പതിയെ അവിടെ നിന്നിങ്ങനെ നീന്തി തുടിച്ച് അങ്ങനെ പോയി. നമ്മുടെ ടുക്കർ സൈക്കോ മാമനാണെന്നുണ്ടെങ്കിൽ എന്താണ് വെള്ളത്തിൽ നിന്ന് സൗണ്ട് ഒന്നും കേൾക്കാനില്ലല്ലോ, ഈ സ്രാവ് ഇവിടെ ഒന്നും ചെയ്യുന്നില്ലേ എന്നൊക്കെ വിചാരിച്ച് പുറത്തിങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ ഭീമൻ സ്രാവ് അവിടെ നിന്ന് പോയപ്പോ തന്നെ സൈഫർ ഈ ബോട്ടിന് പുറകിലൂടെ നീന്തി വന്നു. അതിനുശേഷം ഈ ഒരു സൈക്കോയുടെ പുറകിലായിട്ട് അവള് വരിക. അവിടെ ഉണ്ടായിരുന്ന ഒരു സ്പിയർ ഗൺ വെച്ചിട്ട് നമ്മുടെ ടുക്കർ സൈക്കോ മാമന്റെ നെഞ്ചിലിട്ട് തന്നെ പണി കൊടുത്തു. അതോടുകൂടി ടുക്കർ സൈക്കോ മാമൻ വെള്ളത്തിലേക്ക് തെറിച്ചു വീണു. ആ ഒരു ഭീമൻ സ്രാവ് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വന്നു. കാരണം രക്തമയമായിട്ടുണ്ടായിരുന്ന അവിടെ മൊത്തം. അങ്ങനെ ആ ഒരു ഭീമാകാരൻ സ്രാവ് അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മുടെ ടുക്കർ സൈക്കോ മാമനെ ഒരൊറ്റ വിഴുങ്ങല്. ഇതും ആ ഒരു ക്യാമറയിൽ റെക്കോർഡ് ആവുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അതുവഴി ഒരു ബോട്ട് പോകുന്നത് നമ്മുടെ സൈഫർ കാണുന്നത്. അവർക്ക് സിഗ്നൽ കൊടുക്കാനായിട്ട് അവൾ അപ്പൊ തന്നെ ഒരു ഫ്ലെയർ കത്തിച്ചു കാണിക്കുന്നു. അങ്ങനെ ഇവരെ രക്ഷിക്കാനായിട്ട് ആ ഒരു ബോട്ടിലുള്ളവര് വരുന്നു. ഈ ഒരു സന്തോഷ വാർത്ത മോസസിന്റെ അടുത്ത് പറയാനായിട്ട് സൈഫർ വന്ന് നോക്കുമ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ അനങ്ങുന്നില്ല. എടാ നീ തമാശ കളിക്കല്ലേ, നീ എഴുന്നേക്ക്, ഈ ഒരു കരയിൽ എനിക്ക് നീ അല്ലാതെ വേറെ ആരോ ഉള്ളേ. ഇത് കേട്ടപ്പോ തന്നെ നമ്മുടെ കള്ളൻ മോസസ് അവളെ നോക്കി ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ
ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. 2025 പുറത്തിറങ്ങിയിട്ടുള്ള ഡേഞ്ചറസ് ആനിമൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണിത്. ഒരു സർവൈവർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഷാർക്ക് മൂവി, ആ ഒരു കാറ്റഗറിയിലൊക്കെ പെടുത്താവുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത, ഇഷ്ടപ്പെടുന്ന, അതായത് ഒരു എബവ് ആവറേജ് മൂവിയാണ്. തീർച്ചയായിട്ടും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, ലൈക്ക് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.